എന്തിനാ എന്നെ വിളിച്ച? അച്ഛനെങ്ങാനും അറിഞ്ഞാ? എനിക്ക് ദേവുവിനെ അമ്മയും കാണണം. തമാശ പറയാണോ? ഇത് ചോദിക്കാൻ വേണ്ടിയാ എന്നെ വിളിച്ച? ഞാൻ പോവാ. ഗൗരി എന്നെ എങ്ങനെയെങ്കിലും നിന്റെ വീട്ടിൽ കയറ്റണം. വെറുതെ കളിക്കല്ലേ. ഞാൻ അകത്ത് കൊണ്ടുപോയാലുള്ള ഗതി എന്താണെന്ന് അറിയാലോ? എന്റെ അപ്പച്ചിയുടെ ശാപുവാ. അവരോടിപ്പോയി, ഇപ്പൊ എന്റെ അമ്മയും ചേച്ചി ഓടിപ്പോയി. ഇനി എന്റെ ഗതി ഇതായിരിക്കും. എന്റെ അപ്പച്ചി എന്റെ കയ്യിലെങ്ങാനും കിട്ടിയാലുണ്ടല്ലോ, എള്ളാട്ടി എണ്ണ എടുക്കുന്ന പോലെ പിഴിഞ്ഞെടുത്തേക്ക് ഞാന്. ഓ ഷിറ്റ്. എന്താ? അല്ല, അമ്മ ഒരു വശം അങ്ങോട്ട് പോയോ? എന്താ? അമ്മ അപ്പച്ചിയെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. പക്ഷെ അപ്പച്ചി എവിടെയാന്ന് അറിഞ്ഞൂടല്ലോ. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഈ അപ്പച്ചി എവിടെയുണ്ടെന്ന് അറിഞ്ഞാ അവരെ കണ്ടുപിടിക്കാനാവുന്ന എന്റെ മനസ്സ് പറയുന്നു. കം ഓൺ, ലെറ്റ്സ് ഗോ. നിന്റെ വീട്ടിലേക്ക് സീതാപ്പച്ചിയെ കണ്ടുപിടിക്കും. സീതാപ്പച്ചിയും എന്റെ അച്ഛനും ഇരട്ടകളായിരുന്നു. അപ്പച്ചി മുത്തശ്ശനെ അനുസരിക്കാതെ സ്നേഹിച്ച ഒരാളെ കല്യാണം കഴിച്ചു. അതിനുശേഷം അവർ തമ്മിൽ വഴക്കുണ്ടാക്കി വേർപിരിഞ്ഞു. 15 വർഷമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. എവിടെയോ ഫോറസ്റ്റ് റേഞ്ചറായിട്ട് ഇരിക്കുകയാണെന്ന് അറിയാം. ഡൈവേഴ്സിന് ശേഷം അച്ഛൻ അപ്പച്ചിയുമായി മിണ്ടാറില്ല. ഒരു ഫോട്ടോ പോലും ഇല്ലേ? നിന്റെ അച്ഛന്റെ കമ്പ്യൂട്ടറിലുണ്ടാവും. വേണ്ട ഹരീഷ്, വീട്ടിൽ വന്നത് തന്നെ വലിയ പ്രശ്നം. അച്ഛന്റെ കമ്പ്യൂട്ടർ അങ്ങനെ കാര്യം ഞാൻ നോക്കിക്കോളാം. മിസ്റ്റർ രാജശേഖരനെ ഞാൻ ഇവിടെ കഥയിലൊന്ന് മുട്ടിയിട്ട് വന്നൂടെ? മനുഷ്യനോട് അറ്റാക്ക് വന്നേനെ. എന്തിനാടാ പിന്നെ വന്നേ? അയ്യോ മുത്തശ്ശ, എനിക്കൊന്നും അറിഞ്ഞൂടാ. അയാള് തന്നെ വന്നതാ. അയ്യോ ഞാൻ പറയട്ടെ, വിട്. നിങ്ങളുടെ മോൾ ഇപ്പൊ എവിടെയാ ഉള്ളത്? അവളുടെ പേര് മിണ്ടി പോരുത്, നിന്നെ കൊന്നുകളഞ്ഞ. മുത്തശ്ശ, അവർ ഏത് കാട്ടിലാണെങ്കിലും എന്നോട് പറ. അവരിപ്പോ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. മകളോടുള്ള പഴയ ദേഷ്യമൊക്കെ ഒന്ന് കളയും മുത്തശ്ശ. സീതാപ്പച്ചിയെ കുറിച്ചുള്ള വിവരങ്ങളൊന്ന് പറ. സത്യം തന്നെയാണോ പറയുന്നത്? എനിക്കൊന്നും അറിഞ്ഞൂടാ. രാജശേഖരൻ വന്ന് കണ്ടാ നിന്റെ കാര്യം കോച്ചാട്ടെ ആവൂടാ. മുത്തശ്ശ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. സോറി സർ. നിന്നോട് ഇവിടെ കേരളത്തിൽ മര്യാദയ്ക്ക് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അല്ലേ? നിന്നെ കൊല്ലൂടാ. കൊല്ല് സാർ, എന്നെ കൊല്ല്. സാറിന്റെ കൈകൊണ്ടല്ലേ കൊല്ലാൻ പോകുന്നത്? കൊല്ലാൻ തന്നെ പോകുന്നത്. അതല്ലേ പറഞ്ഞ കൊല്ല്. സ്വന്തം ഭാര്യയും മകളെയും കാണാതെ പോയിട്ട് അവരെ കണ്ടുപിടിക്കണ പോലും ഇല്ലാതെ. എന്റെ ഭാര്യയും കുട്ടികളെ സംരക്ഷിക്കേണ്ടത് ഞാനാ. അതിൽ നീ ഇടപെടേണ്ട കാര്യമില്ല. പിന്നെ എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല? കണ്ടുപിടിക്കൂടാ. എടാ, 2 ദിവസമായി ഞാനൊന്ന് ഉറങ്ങിയിട്ട് എവിടെ എല്ലാം അന്വേഷിച്ചു നിനക്ക് അറിയാമോടാ? സാറ് നാട് മുഴുവൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇരുന്ന് തന്നെ കണ്ടുപിടിക്കാലോ. അതെ, നീ വലിയ പുള്ളിയല്ലേ ഇവിടെ ഇരുന്ന് കണ്ടുപിടിക്കാൻ. നീ എന്താ ജ്യോതിഷം പഠിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഭാര്യയും മോളും സാറിന്റെ അനിയത്ത് സീതയുടെ വീട്ടിലുള്ളത്. എന്ത്? സീതയുടെ വീട്ടിലോ? നിങ്ങളുടെ കൂടെ ജനിച്ച സഹോദരിയുടെ വീട്ടിൽ പോയി നോക്ക് സാർ, അവിടെ ഉണ്ടാവും. നീ ഒന്നും പറയണ്ട, എന്റെ ഭാര്യ അങ്ങോട്ട് പോവില്ല. അവിടെ ഉണ്ടെന്ന് നിങ്ങൾ എന്താ സമ്മതിക്കാത്തത്? ഒരു ഫോൺ ചെയ്ത് ചോദിക്കാലോ, ഞാൻ അവരെ അന്വേഷിച്ച് പോവാ. എന്റെ മനസ്സിൽ നിന്ന് മരിച്ചവളാടാ സീത. സീതേച്ചി ഊട്ടിയിലുള്ളത്. നിനക്ക് എങ്ങനെ അറിയാം? സരോജിനി ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യാറുണ്ട്. നിങ്ങളുടെ വിവാഹ വാർഷികത്തിന്റെ കുറി ഞാൻ അങ്ങോട്ട് അയച്ചത്. കേട്ടില്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ നിങ്ങളുടെ ഭാര്യ മോൾ എവിടെയുണ്ടെന്ന്. നീ മിണ്ടരുത്. എന്റെ ഭാര്യ അങ്ങനെ ഒന്നും ചെയ്യില്ല. നിങ്ങളുടെ അനിയത്തിയുടെ കൂടെ ജീവിക്കുന്നത് ദ്രോഹമാണോ? അതെടാ, ദ്രോഹം തന്നെയാ. ഇതെന്താ ഇങ്ങനെ? നിങ്ങൾക്ക് 10 വയസ്സുടെ വിവരമില്ലേ? ഇവൻ എന്നെ കളയാക്കുന്ന കണ്ടില്ലേ? വേഗം കഥ കിടക്കണോ? നീ ഇങ്ങോട്ട് വാ. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. നീ എങ്ങോട്ടും പോവില്ല. ഇവിടെ നിന്ന് നേരെ ഊട്ടിക്കാ ഞാൻ പോകുന്നത്. സൗകര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വാ. ഓടാ, പോയി അഹങ്കാരി കണ്ടിട്ട് വാ. എന്റെ സരോജിനി ദൈവം അവിടെ ഉണ്ടാവില്ല. അവിടെ ഉണ്ടായിട്ട് നിങ്ങൾ വിളിച്ചോണ്ട് വന്നില്ലെങ്കിൽ നാണക്കേട് നിങ്ങൾക്കാ. എന്തിനാടാ കിടന്ന് ചിലക്കുന്നത്? വേഗം ഇറങ്ങിപ്പോ. അയ്യേ, ഇതെന്താ ഇങ്ങനെ? അനിയ പോടോ. എന്താ അനിയ ഇങ്ങനെ?